ഹായ് ഓൾ, ഇന്ന് നമ്മൾ മിറർ വർക്കിൻ്റെ സെക്കൻഡ് ടൈപ്പാണ് നോക്കുന്നത്. അതിനായിട്ട് ഒരു മിറർ ഒട്ടിച്ച് വയ്ക്കുക. അതൊന്ന് സ്റ്റിക്കായ ശേഷം നമ്മൾ 5 പാർട്സ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സിമ്പിളായിട്ട് ചെയിൻ മാത്രം ഇട്ടുകൊണ്ട് പോവുക. സിൽക്ക് ത്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. ഓരോ പോയിന്റിലൂടെയും ജസ്റ്റ് ചെയിൻ മാത്രം ഇടുക. ചെയിൻ ലോക്കിൻ്റെ ആവശ്യമില്ല. എല്ലാ പോയിന്റിലും നമ്മൾ ചെയിൻ എടുത്ത ശേഷം ആദ്യം എടുത്ത ചെയിനിൻ്റെ അടുത്ത് തന്നെ എത്തും. അതിലും നമ്മളൊരു ചെയിൻ എടുത്തിട്ട് പിന്നെ അവിടെ ഒരു ചെറിയ ചെയിൻ ലോക്ക് കൊടുക്കണം. അതിന് ശേഷം ഇനി ഇട്ടേക്കുന്ന ഓരോ പോയിൻറ്റിൻ്റെയും സെൻറ്ററിലായിട്ട് രണ്ട് ഡോട്ടുകളുടെയും സെൻറ്ററിലായിട്ട് ചെയിൻ ഇട്ട് കൊടുക്കുക. അതെല്ലാത്തിലും ഇട്ട് കൊടുക്കുക. അതും ജസ്റ്റ് ചെയിൻ മാത്രമേ ഇടുന്നുള്ളൂ, ലോങ് ചെയിൻ മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ ലോങ് ചെയിൻ ഇട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ചെയിനിൽ തന്നെ എത്തും. ആദ്യം സെൻറ്റർ പോയിന്റ് നോക്കി ഇട്ട ചെയിനിൽ തന്നെ എത്തും. ആ ചെയിനിൽ എത്തിയ ശേഷം വീണ്ടും ഒന്നുകൂടെ ഒരു ചെയിൻ ലോക്ക് കൊടുക്കാം. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വന്നേക്കുന്ന ഇത്രയും പോയിന്റ്സ് ഇല്ലേ, ആ പോയിന്റുകളുടെ സെൻറ്റർ പോയിന്റ് അത് സ്കിപ്പ് ചെയ്തുകൊണ്ടിടുക. നമ്മൾ ഒന്നിടവിട്ട് ഉള്ളതിൽ സെൻറ്റർ പോയിന്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതും സ്റ്റാർട്ട് ചെയ്തെടുത്ത് എത്തിയ ശേഷം നമ്മളിപ്പോൾ ഒഴിവാക്കി വിട്ട ആ പോയിന്റില്ലേ, ആ പോയിന്റിലോട്ട് സെൻറ്റർ പോയിന്റ് നോക്കിയിട്ട് ചെയിൻ ഇട്ട് പോവാം. അപ്പോൾ അത് മൊത്തത്തിൽ കവറായി വരും. സിൽക്ക് ത്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. 2 ഇഴ ഇട്ട് വേണം സിൽക്ക് ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്ക് തിക്നെസ് ഫീൽ ചെയ്യത്തുള്ളൂ. റൊട്ടേഷൻ കറക്റ്റായിട്ട് എടുക്കുക. നമുക്ക് ക്യാമറയിൽ ഫോക്കസ് ആവാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു എന്താ പറയുക, ഷെയ്ഡ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം അവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എത്തും. അവിടെ നമ്മളൊരു ചെറിയ ചെയിൻ കൊടുത്ത ശേഷം മൊത്തം നമ്മുടെ ഈ വർക്കിന് മൊത്തത്തിലൊരു ഔട്ട്ലൈൻ ചെയിൻ ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോൾ ഹോൾസ് വലുതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭംഗി പോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ചെയിൻ ഇടുന്നത്. അത് ഏതൊരു വർക്കിലും ഔട്ട്ലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഫില്ലിംഗ് വർക്കുകളോ ഇങ്ങനെയുള്ള മിറർ വർക്കുകളോ വരുമ്പം ഔട്ട്ലൈൻ നിർബന്ധമാണ്. ഞാനിപ്പം സെയിം കളർ കൊണ്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളർ വെച്ചോ അല്ലെങ്കിൽ ബീഡ്സ് വെച്ചോ ഒക്കെ ഔട്ട്ലൈൻ കൊടുക്കാം. ഇനി ഇതിനെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ചെയിൻ കൊടുത്ത ശേഷം ആദ്യം ഒരു റൗണ്ട് ചെയിൻ കൊടുക്കുക. അതിൻ്റെ ശേഷം ബീഡ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതെങ്ങനെ ഏതൊക്കെ ഡിസൈൻ നമുക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നോ അതൊക്കെ ആഡ് ചെയ്തോട്ട് നമുക്കത് വലുതാക്കി എടുക്കാം കേട്ടോ. ആ ഒരു സിംഗിൾ ആയിട്ടുള്ള മോട്ടീവ്സ് ഡിസൈൻസൊക്കെ ഇത് സെൻറ്ററിൽ വരുന്ന രീതിയിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച്. ആദ്യം എത്തിയിടത്ത് തന്നെ എത്തിയ ശേഷം എൻഡ് ലോക്ക് ഇട്ട് അവസാനിപ്പിക്കാം.